എല്ലാം ഇവളുടെ മുത്തശ്ശൻ കാരണമാ. അയാൾ എന്റെ മകളെ ഇവന് വിവാഹം കഴിപ്പിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മകൾ ഇന്ന് ഒരു വലിയ വീടിന്റെ മരുമകളാകുമായിരുന്നു. അങ്ങനെ ഒരു അവസരമല്ലേ കൺമുമ്പിൽ നിന്ന് പോയത്. നമുക്ക് ഭാഗ്യമില്ല, അത്ര തന്നെ. വലിയ വീട് പോട്ടെ, എന്തെങ്കിലും ഒരു കാര്യം ഇവനെ കൊണ്ടുണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ജയരാജും ദേഷ്യത്തോടെ അതിനോട് കൂട്ടിച്ചേർത്തു, ആദിത്യ, മതി. നീ കുറെ കാലമായില്ലേ വീട്ടിൽ തന്നെ ഇരുന്ന് സൗജന്യമായി ഭക്ഷണം കഴിക്കുന്നു. നീ കാരണം ഞങ്ങൾ എപ്പോഴും ആളുകളുടെ മുമ്പിൽ അപമാനിക്കപ്പെടേണ്ടി വരുന്നു. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്, എവിടേക്കെങ്കിലും പോയി ഒരു ജോലി കണ്ടെത്ത്. ഇവിടുത്തെ അവസ്ഥ നിനക്ക് അറിയാലോ. നിന്നെ സൗജന്യമായി പോറ്റാൻ ഇനി ഞങ്ങളുടെ പക്കൽ പണമില്ല. ഗീതയും ഒന്ന് മൂളി. അത് ശരിയാ, ഇവനൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ആ സിദ്ധാർത്ഥിന് ഇന്ന് ഒന്നും പറയാൻ അവസരം ലഭിക്കുമായിരുന്നില്ല. നീ ഇങ്ങനെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ ഒരു ജോലി കിട്ടുമോ എന്ന് നോക്ക്. എല്ലാം കേട്ട ആദിത്യൻ മെല്ലെ പറഞ്ഞു, അമ്മേ, അച്ഛാ, ഞാൻ കാരണം നിങ്ങൾക്ക് ആളുകളുടെ പരിഹാസം കേൾക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ ഞാനൊന്നും ശ്രമിക്കാത്തത് കൊണ്ടല്ല. ഞാൻ എവിടെ ജോലിക്ക് പോയാലും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് എനിക്ക് ഇറങ്ങേണ്ടി വരും. ഗീത ദേഷ്യത്തോടെ തിരിച്ചടിച്ചു. എങ്കിൽ ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ചെവിയിൽ കഴിഞ്ഞാൽ മതിയെന്ന് വ്യക്തമായി പറ. അത് വിട് ഗീത, നീ ഒരു പോത്തിന്റെ ചെവിയിലാണ് വേദം ഓതുന്നത്. ഒരു കാര്യം ഉണ്ടാവില്ല. ജയരാജ് പറഞ്ഞത് കേട്ട് ആദിത്യൻ പരിഹാസിതനായി തലതാഴ്ത്തി. ആവണി ഒന്നും പറയാതെ അവനെ നോക്കി. എത്രയും വേഗം ഒരു ജോലി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാം. ആദിത്യൻ മെല്ലെ പെറുപെറുത്തു. എന്നാൽ ആവണി ഉടനെ പറഞ്ഞു, നീ ഒരു ജോലിയൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നീ ചെയ്യുന്ന ജോലി ഇനി എന്തെങ്കിലും മോശമാണെങ്കിൽ ആളുകൾ അതിനും പിന്നെ ഞങ്ങളെ പരിഹസിക്കും. അവർക്ക് പറയാൻ ഒരു പുതിയ വിഷയമുണ്ടാകും. അതിനാൽ നീ വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടുജോലി ചെയ്താൽ മതി. ആദിത്യന് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഗീത തലയിൽ കൈവച്ചു പറഞ്ഞു, നീ എന്റെ കൺമുമ്പിൽ നിന്ന് പോയി തന്നാ മതി. ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്. ഗീതയുടെ വെറുപ്പോടെയുള്ള ശബ്ദം കേട്ട് ആദിത്യൻ വേഗം അടുക്കളയിലേക്ക് പോയി. പിന്നെ വായിൽ വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആണെങ്കിൽ നീ തന്നെ അത് മുഴുവൻ കഴിക്കേണ്ടി വരും. അതും പറഞ്ഞുകൊണ്ട് ഗീത അവിടെ സോഫയിലിരുന്നു. അമ്മ അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആവണി അവരുടെ അരികിൽ പോയിരുന്നു. ഗീത നിസ്സഹായമായ കണ്ണുകളോടെ മകളെ നോക്കി. ആവണി മോളെ, നീ എന്തിനാണ് അവന്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് ഇത്ര വാശി പിടിക്കുന്നത്? നിന്റെ മുന്നിൽ ഇത്രയും വലിയൊരു ഓഫർ വന്നു കിടക്കുന്നത് കണ്ടിട്ടും നീ അത് നിരസിക്കുകയാണല്ലോ. ദൈവം വളരെ കുറച്ച് ആളുകളോട് മാത്രമേ ഇങ്ങനെയൊക്കെ ദയ കാണിക്കുകയുള്ളൂ. അവന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് നീ പിന്തിരിയരുത്. പ്ലീസ്, നീ ഇവനെ ഡിവോഴ്സ് ചെയ്യേ. ആവണിയുടെ ശബ്ദം വിറച്ചു. അമ്മേ, അമ്മ എത്ര തവണ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും? എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ഞാൻ ആദിത്യനെ ഡിവോഴ്സ് ചെയ്യില്ല. ഒരു ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഒരു കാരണമുണ്ടായിരിക്കണം. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ലല്ലോ. അവൻ ഒരിക്കലും എന്നോട് മോശമായി സംസാരിച്ചിട്ടില്ല. ഞാൻ പറയുന്നതെല്ലാം അവൻ എനിക്ക് ചെയ്തു തരാറുണ്ട്. അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിന്റെ മാക്സിമം കൊടുക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യക്കേട് കൊണ്ടാണോ ഒന്നും ശരിയാവാത്തത്. അതെങ്ങനെ അവന്റെ തെറ്റാകും? അതൊക്കെ അവനെ ഡിവോഴ്സ് ചെയ്യാനും മാത്രമുള്ള കാര്യങ്ങളാണോ? ഗീത സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് നെടുവേർപ്പെട്ടു. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തീരുമാനിച്ച മാതാപിതാക്കൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം നിന്റെ ഇഷ്ടം. ഗീത പെറുപെറുത്തുകൊണ്ട് തന്റെ മുറിയിലേക്ക് നടന്നു. ജയരാജും കനത്ത ഹൃദയവേദനയോടെ അവിടെ നിന്നും പോയി. അടുക്കളയിൽ നിന്ന് ആദിത്യൻ ആവണി പറഞ്ഞ ഓരോ വാക്കും കേട്ടു. ആവണി തന്നെ ഡിവോഴ്സ് ചെയ്യില്ല എന്ന് കേട്ടപ്പോൾ ആദ്യമായി അവന്റെ ഉള്ളിൽ വളരെ സന്തോഷം തോന്നി. ആവണിയുടെ ഹൃദയത്തിൽ അവന് ഒരു സ്ഥാനമുണ്ടെന്ന് ഇന്ന് അവൻ ഉറപ്പിച്ചു. അതേസമയം അമ്പാട്ടി വീട്ടിൽ വേദികയുടെ വിവാഹ നിശ്ചയം വളരെ ലളിതമായി നടന്നു. ശേഷം ഗായത്രി ദേവി ആകെ തിരക്കിലായിരുന്നു. രാഘവൻ കൈമളിന്റെ മകനുമായി വേദികയുടെ വിവാഹം ഉറപ്പിച്ചപ്പോൾ തന്നെ ഗായത്രിയുടെ ഉള്ളിൽ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. മീറ്റിയോർ ഗ്രൂപ്പ് ഉടൻ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ നിർമ്മിക്കാനിരിക്കുകയാണ്. അമ്പാട്ട് ഗ്രൂപ്പ് ഉൾപ്പെടെ നിരവധി ആർക്കിടെക്ചറൽ സ്ഥാപനങ്ങൾ അതിനുവേണ്ടി അവരുടെ ഡിസൈനുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവ് ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷം ഗായത്രി ദേവി ബിസിനസിന്റെ പൂർണ്ണ ചുമതല ഏറ്റെടുത്തു. എന്നാൽ വർഷങ്ങളായി കമ്പനി ഒരുപാട് നഷ്ടം നേരിടുകയാണ്. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ വീണ്ടെടുക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് അവരുടെ ശ്രമം. ഈ സമയത്ത് മീറ്റിയോർ പ്രോജക്റ്റിനായി അവരുടെ ഡിസൈൻ തിരഞ്ഞെടുക്കേണ്ടത് വളരെ നിർണായകമായിരുന്നു. ആവണിക്ക് ഇത് നന്നായി അറിയാമായിരുന്നു. ഗായത്രി ദേവി അവരുടെ കുടുംബത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ആവണി ഇപ്പോഴും അമ്പാട്ട് ഗ്രൂപ്പിന്റെ ഡിസൈനറായി ജോലി ചെയ്തിരുന്നു. എപ്പോഴെങ്കിലും മുത്തശ്ശി തന്നോട് ക്ഷമിക്കുമെന്നും തന്നെ തിരികെ സ്വീകരിക്കുമെന്നും അവൾ സ്വപ്നം കണ്ടു. മീറ്റിയോർ പ്രോജക്റ്റ് അവൾക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു. മറ്റെല്ലാം മാറ്റിവെച്ച് അവൾ രാവും പകലും ആ ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്തു. അവൾക്ക് സ്വന്തം ഡിസൈനിൽ വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. എല്ലാത്തിനുമുപരി മുംബൈയിലെ ഒരു പ്രശസ്തമായ കോളേജിൽ നിന്നാണ് അവൾ ആർക്കിടെക്ചറിൽ ഉന്നത ബിരുദം നേടിയിരുന്നത്. അമ്പാട്ട് ഗ്രൂപ്പിന്റെ ഡിസൈൻ ഡയറക്ടറാകുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും വലിയ സ്വപ്നം. മീറ്റിയോറിനു വേണ്ടി അവളുടെ ഡിസൈൻ തിരഞ്ഞെടുത്താൽ ആ സ്വപ്നം ഒടുവിൽ സാക്ഷാത്കരിക്കപ്പെടും. രാത്രി വൈകിയും അവൾ ജോലി ചെയ്യുന്നത് കാണുമ്പോഴെല്ലാം ആദിത്യൻ മീറ്റിയോറിന്റെ ചെയർമാൻ ഷാനവാസിനെ വിളിച്ച് അവളുടെ ഡിസൈൻ തിരഞ്ഞെടുക്കണമെന്ന് പറയണമെന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ അവൻ സ്വയം സംയമനം പാലിച്ചു. അവളുടെ ഡിസൈൻ കണ്ടപ്പോൾ
അവൾ സ്വന്തം മെറിറ്റിൽ തന്നെ വിജയിക്കുമെന്ന് ആദിത്യൻ വിശ്വസിച്ചു. അവൾ സ്വയം സമ്പാദിച്ച വിജയത്തിൽ കൈയിട്ടെടുക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. അവസാനം ഡിസൈൻ സബ്മിറ്റ് ചെയ്യുന്ന ദിവസം വന്നെത്തി. സെലക്ഷൻ മീറ്റിംഗിന്റെ അന്ന് രാവിലെ ആദിത്യൻ ആവണിക്ക് മധുരം നൽകി അവളെ ആശംസിച്ചു. അവൾ വിജയിക്കും എന്നവന് ഉറപ്പായിരുന്നു. ശേഷം ആദിത്യൻ തന്നെ അവളെ ഓഫീസിൽ ഇറക്കിവിട്ടു. അവളുടെ വിജയം എങ്ങനെ ആഘോഷിക്കുമെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. കോൺഫറൻസ് റൂമിൽ ഡിസൈനർമാർ ഓരോരുത്തരായി ഒത്തുകൂടി. ആവണി ഗായത്രി ദേവിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവളുടെ ഫയൽ അവരുടെ മുന്നിൽ വെച്ചു. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, മുത്തശ്ശി, ഇതാണ് എൻ്റെ ഡിസൈൻ. ഗായത്രി ദേവി അതിലേക്കൊന്ന് നോക്കി. പിന്നെ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, ശരി, പോയി അവിടെ ഇരിക്കെ. അവർ ഒരു കസാരയിലേക്ക് ആംഗ്യം കാണിച്ചു. ആവണി തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് അവളൊന്ന് മടിച്ചു. നീൽ അവിടെ ഇരിക്കുന്നുണ്ട്. അവന്റെ കണ്ണുകളിൽ അപ്പോഴും പ്രതികാരമുണ്ടായിരുന്നു. അവളുടെ ശ്വാസം നിലച്ചു. പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ അവന്റെ അരികിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നടന്നു. നീൽ പുഞ്ചിരിച്ചു. ആവണി, നീ എന്തിനാണ് ഇവിടെ ഇരുന്ന് സമയം കളയുന്നത്? നിനക്ക് പള്ളിക്കൽ കോവിലകത്തിലെ നിന്റെ കാമുകനോട് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിന്റെ ഡിസൈൻ ഉടൻ തന്നെ ഇവിടെ അംഗീകരിക്കപ്പെടുമായിരുന്നു. പക്ഷെ അതിന് നീ അവനോടൊപ്പം ഒരു രാത്രി ചെലവഴിക്കേണ്ടി വരും എന്നത് മാത്രമാണ് ഒരു പ്രശ്നം. ആവണി ക്ഷമയോടെ അവന്റെ പരിഹാസത്തെ നേരിട്ടു. എന്റെ കാര്യം വിട്ടേക്ക്. നീ ഈ കസേരയിലിരിക്കുന്നത് മുത്തശ്ശി ഒരാൾ കാരണം മാത്രമാണെന്ന് മറക്കരുത്. അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ഇരിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. കാരണം നിനക്ക് ആർക്കിടെക്റ്റുമായോ ഡിസൈനുമായോ യാതൊരു ബന്ധവുമില്ല. നീൽ പല്ല് നെരിച്ചു. ദേഷ്യം കൊണ്ട് അപ്പോൾ തന്നെ അവളെ അടിക്കണം എന്നുവരെ അവന് തോന്നി. പക്ഷേ പിന്നെ ഗായത്രി ദേവിയുടെ ഇമേജ് ആലോചിച്ച് അവൻ പറയാൻ വന്നതെല്ലാം വിഴുങ്ങി. എങ്കിലും എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കാതെ ആവണിയെ ഇവിടെ നിന്ന് പോവാൻ അനുവദിക്കില്ലെന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. ഒടുവിൽ വിജയ് ആരെന്ന് അനൗൺസ് ചെയ്യുന്ന ആ നിമിഷം വന്നെത്തി. ഓഫീസിൽ ആവണി പ്രതീക്ഷയോടെ കാത്തിരുന്നു. വീട്ടിൽ ആദിത്യനും ആവേശത്തോടെ ഇരുന്നു. അവളുടെ വിജയം ഇതിനകം തന്നെ അവൻ ഉറപ്പിച്ചിരുന്നു. സസ്പെൻസ് സഹിക്കാൻ കഴിയാതെ ആദിത്യൻ അവളെ വിളിച്ചു നോക്കി. പക്ഷെ അവൾ കോൾ എടുത്തില്ല. മണിക്കൂറുകൾക്ക് ശേഷം അവൻ വീണ്ടും ശ്രമിച്ചു. അപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തോ മോശം കാര്യം സംഭവിച്ചു എന്നൊരു പരിഭ്രാന്തി അവനെ അപ്പോൾ പിടികൂടി. എന്തോ കുഴപ്പം സംഭവിച്ചതായി അവന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. അവൻ പിന്നെ വേഗം ഓഫീസിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ ആവണി കുറേ സമയം മുമ്പ് തന്നെ അവിടെ നിന്ന് പോയി എന്ന് മാത്രമാണ് കേട്ടത്. ആദിത്യൻ ആവണി അന്വേഷിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ഡോർബെൽ മുഴങ്ങിയത്. ഗീത ഹാളിൽ ടിവിക്ക് മുന്നിലായിരുന്നു. ആദിത്യൻ അടുക്കളയിൽ നിന്നും വന്ന് വാതിൽ തുറന്നു നോക്കി. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ടതും അവൻ ഞെട്ടി. കരഞ്ഞു വിറങ്ങലിച്ചു നിൽക്കുന്ന ആവണിയെയാണ് അവൻ തന്റെ മുമ്പിൽ കണ്ടത്. ആദിത്യൻ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആവണി ഒന്നും പറയാതെ തന്റെ മുറിയിലേക്ക് പോയി. ആവണി എന്താ അങ്ങനെ പെരുമാറിയതെന്ന് ആദിത്യന് മനസ്സിലായില്ല. അവൻ ഗീതയെ നോക്കി. അവരിപ്പോഴും ടിവിയിൽ മുഴുകിയിരിക്കുകയാണ്. ആദിത്യൻ പിന്നെ സമയം കളയാതെ വേഗം ആവണിയുടെ പിന്നാലെ പോയി. അവളുടെ മുറിയിലെത്തിയതും ജനലിനരികിൽ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ആവണിയെയാണ് ആദിത്യൻ കണ്ടത്. വല്ലാത്തൊരു മരവിപ്പ് അവളിൽ പ്രകടമായിരുന്നു. അവൻ കൂടുതൽ പരിഭ്രാന്തനാവാൻ തുടങ്ങി. പിന്നെ മെല്ലെ ധൈര്യം സംഭരിച്ച് അവളുടെ അടുത്തേക്ക് നീങ്ങി. എന്നിട്ട് മെല്ലെ മയത്തിൽ ചോദിച്ചു, ആവണി, എന്താ പറ്റിയ നിനക്ക്? നീ ഓക്കെ അല്ലാന്ന് എനിക്ക് ഉറപ്പാ. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്? ആ നീൽ എന്തെങ്കിലും ചെയ്തോ? ആദിത്യ, കുറച്ചു നേരം എന്നെ ഒന്ന് വെറുതെ വിട്. ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. ആവണി സങ്കടവും ദേഷ്യവും കലർന്ന സ്വരത്തിലാണത് പറഞ്ഞത്. ഇത് കേട്ട് ആദിത്യൻ പതിയെ വാതിലിനടുത്തേക്ക് നടന്നു. എങ്കിലും അവളെ അങ്ങനെ വിട്ടുപോകാൻ അവന് തോന്നിയില്ല. അവൾ പോയ കാര്യം എന്തായി എന്നറിയാനുള്ള ആകാംക്ഷയും അവനുണ്ട്. ആദിത്യൻ അവിടെ തന്നെ നിന്നു. എന്തുപറ്റി? ആ ഡിസൈൻ സെലക്ട് ആയില്ലേ? അവൻ മടിച്ചാണ് ചോദിച്ചത്. ഇത് കേട്ടതും ആവണിയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. അണപൊട്ടി ഒഴുകുന്ന സങ്കടം അടക്കാൻ അവൾ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും അവൾക്കതിനായില്ല. ആവണിക്ക് ഒന്നും സംസാരിക്കാനും പറ്റുന്നില്ലായിരുന്നു. ഞാൻ തോറ്റുപോയി ആദിത്യ. ആദിത്യന് അവളുടെ വാക്കുകൾ വിശ്വസിക്കാനായില്ല. ഇമ്പോസിബിൾ. ആവണി, അതെങ്ങനെ സംഭവിക്കും? നിന്റെ ഡിസൈൻ അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നല്ലോ. ഞാൻ കണ്ടതല്ലേ. പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു, ഡിസൈൻസിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? എനിക്കും അറിയില്ല. അതാണല്ലോ അവർ പറയുന്നത്. ആവണി കരയാൻ തുടങ്ങി.